സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പ്രതിവാര പാർട്ടി ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർട്ടി സംഘടന സംബന്ധിച്ച് വിശദീകരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിയുടെ ലക്ഷ്യം എന്താണ് എന്ന് പാർട്ടിയുടെ പരിപാടിയിലും ഭരണഘടനയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 2 പാർട്ടിയുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ മുന്നണി പടയാണ് CPIM. തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുന്നതിലൂടെ സോഷ്യലിസവും കമ്മ്യൂണിസവും കൈവരുത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. മാർക്സിസം ലെനിനിസത്തിൻ്റെ സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രവുമാണ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വഴികാട്ടുന്നത്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥ അറുതി വരുത്തി അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് പൂർണ്ണ മോചനത്തിലേക്കുള്ള ശരിയായ വഴികാട്ടാൻ മാർക്സിസം ലെനിനിസത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തൊഴിലാളി വർഗ സാർവദേശീയതയുടെ കൊടി പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പാർട്ടി ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യയിലെ മുതലാളിത്ത സമൂഹത്തെ സോഷ്യലിസ്റ്റ് സമൂഹമായി വിപ്ലവപരമായ പരിവർത്തനം നടത്തണം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പാർട്ടി അംഗീകരിച്ച പരിപാടിയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിച്ച് തുടർന്ന് സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുകയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇതിനായി ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കുകയാണ് ഇന്നത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്വം. ഈ മുന്നണി തൊഴിലാളി വർഗ നേതൃത്വത്തിലായിരിക്കണം. ഇതിനായി തൊഴിലാളി വർഗത്തിന് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണം എന്ന് മാർക്സും ഏംഗൽസും വ്യക്തമാക്കിയുണ്ടായി. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധകമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് മാർക്സും ഏംഗൽസും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് 1847 കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സംഘടന കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിച്ചത്. ആധുനിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മൂലരൂപമായി കമ്മ്യൂണിസ്റ്റ് ലീഗിനെ പരിഗണിക്കാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെയും 1864 സ്ഥാപിതമായ ഒന്നാം ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻ അസോസിയേഷൻ്റെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ പാർട്ടിയുടെ പങ്കിനെയും അതിൻ്റെ സംഘടനയെയും നയങ്ങളെയും സംബന്ധിച്ച് മാർക്സും ഏംഗൽസും പ്രധാനപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായി. പുതിയ ചരിത്ര സാഹചര്യങ്ങൾ അനുസരിച്ച് മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും നിഗമനങ്ങളെ മഹാനായ V.I. ലെനിനാണ് വികസിപ്പിച്ചെടുത്തത്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വപരമായ പങ്ക് അതിനെക്കുറിച്ച് ആണ് ലെനിൻ വിശദമാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെനിൻ സംഘടനാ തത്വങ്ങൾക്ക് രൂപം കൊടുത്തത്. മാർക്സത്തെ വികസിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ് സഖാവ് ലെനിൻ്റെ സിദ്ധാന്തങ്ങൾ. ട്രേഡ് യൂണിയനുകൾ കൊണ്ടും പരസ്പര സഹായ സഹകരണ സംഘങ്ങൾക്കും കലാകായിക ക്ലബ്ബുകൾക്കും
തൊഴിലാളികളുടെ സമാനമായ മറ്റ് സംഘടനകൾക്കും മുതലാളിത്തത്തിന് അന്ത്യം കുറിക്കാനും സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാനും കഴിയില്ല. സമൂഹത്തിൻ്റെ വിപ്ലവപരമായ പരിവർത്തനത്തിന് തൊഴിലാളികൾക്ക് കൂടുതൽ ഉയർന്ന രൂപത്തിലുള്ള സംഘടന ആവശ്യമാണ്. അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്ന സമരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിനെ കുറിച്ചാവരുത് എന്ന് ഇതിൽ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. മറിച്ച് തൊഴിലാളി വർഗത്തെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവണം ഈ പ്രവർത്തനമെന്നതാണ് ലെനിൻ ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ഈ വിപ്ലവ ലക്ഷ്യം നടപ്പാക്കുന്നതിനുള്ള സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭരണവർഗം ബൂർഷ്വാ ഭൂപ്രഭുത്വ ഭരണവർഗമാണ്. ഈ ഭരണവർഗത്തോടാണ് തൊഴിലാളി വർഗത്തിന് ഏറ്റുമുട്ടേണ്ടത്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, മാധ്യമങ്ങൾ ഇവയെല്ലാം കൈവശം വെക്കുന്ന ഭരണവർഗത്തിനെതിരായിട്ടാണ് തൊഴിലാളി വർഗത്തിന് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഭരണവർഗത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സംഘടിതമായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയുടെ പ്രത്യേകത എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ ഭരണവർഗ നയങ്ങൾക്കെതിരായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് വളർത്തിക്കൊണ്ട് വരേണ്ടത്. സഖാവ് ലെനിൻ ഇത് സംബന്ധിച്ച് പറഞ്ഞ ഒരു നിരീക്ഷണം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ ഉദ്ധരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ തൊഴിലാളി വർഗത്തിൻ്റെ ഇത്തരമൊരു മുന്നണിപ്പടയെയും അധ്വാനിക്കുന്ന ജനസമൂഹത്തെ ഒന്നാകെയും കൂട്ടിയോജിപ്പിക്കാനും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനും സംഘടിപ്പിക്കാനുമുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. ബഹുജനങ്ങൾക്കിടയിൽ അനിവാര്യമായി ഉണ്ടാകുന്ന പെറ്റി ബൂർഷ്വാ ചാഞ്ചാട്ടങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഈ മുന്നണി പടക്ക് മാത്രമേ ഉണ്ടാവൂ. ട്രേഡ് യൂണിയൻ സങ്കുചിതവാദിത്വത്തിൻ്റെയും അഥവാ തൊഴിലാളി വർഗത്തിനിടയിലെ ട്രേഡ് യൂണിയനിസ്റ്റ് മുൻവിധികളുടെയും അനിവാര്യമായ പാരമ്പര്യങ്ങളെയും അധപ്പതനങ്ങളെയും ചെറുക്കാനുള്ള ശേഷിയും തൊഴിലാളി വർഗത്തിൻ്റെ ആകെ എല്ലാവിധ സംയുക്ത പ്രക്ഷോഭങ്ങളെയും നയിക്കാനുള്ള, അതായത് തൊഴിലാളി വർഗത്തെ രാഷ്ട്രീയമായും അതിലൂടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ആകെയും നയിക്കാനുള്ള ശേഷിയും ഈ മുന്നണി പടക്ക് മാത്രമേ ഉണ്ടാവൂ. ലെനിൻ്റെ ഈ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മുടെ പാർട്ടിക്ക് വ്യക്തമായ ഒരു പരിപാടിയുണ്ട്. എന്നാൽ ഏറ്റവും നല്ല പരിപാടി അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പാർട്ടി ശക്തിപ്പെടണമെന്നില്ല. അത് സംബന്ധിച്ച് സഖാവ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ള നിരീക്ഷണം ഉദ്ധരണി പരിശോധിച്ചാൽ ശരിയായൊരു പാർട്ടി ലൈൻ തയ്യാറാക്കുകയും പുരപ്പുറത്ത് നിന്ന് അത് വിളിച്ചു കൂവുകയും പൊതുനിർദ്ദേശങ്ങളുടെയും പ്രമേയങ്ങളുടെയും രൂപത്തിൽ അവ ഏകണ്ഠമായി പാസ്സാക്കുകയും ചെയ്താൽ മതി, വിജയം സ്വയമേവ ഇങ്ങോട്ട് വരുമെന്നാണ് ചിലരുടെ വിചാരം. ഇത് തീർച്ചയായും തെറ്റാണ്. ഇത് സഖാവ് സ്റ്റാലിൻ്റെ ഒരു നിരീക്ഷണമാണ്. ഇതേ നിലയിൽ തന്നെ സഖാവ് ലെനിൻ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണവും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉദ്ധരണി: നല്ല പരിപാടി അംഗീകരിച്ചത് കൊണ്ട് മാത്രം ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവ നടപ്പാക്കണമെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയുടെ ഗുരുക്ക് പോലുറച്ച അച്ചടക്കത്തിന് തെല്ലുപോലും കോട്ടം വരുത്താതെ പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. 1904 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരടി മുന്നോട്ട്
രണ്ടടി പിന്നോട്ട് എന്ന കൃതിയിൽ ലെനിൻ പ്രധാനപ്പെട്ട സംഘടനാ തത്വങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ആ സംഘടനാ തത്വങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഓർത്തിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. ഒന്ന്, പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാണ്. രണ്ട്, പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത വിഭാഗമാണ്. മൂന്ന്, പാർട്ടി തൊഴിലാളി വർഗ സംഘടനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. നാല്, പാർട്ടി തൊഴിലാളി വർഗ സർവാധിപത്യത്തിനുള്ള ഉപകരണമാണ്. അഞ്ച്, പാർട്ടി മാനസിക ഐക്യത്തിൻ്റെ മൂർത്തീകരണമാണ്. ആറ്, പാർട്ടി അച്ചടക്കം എല്ലാവർക്കും നിർബന്ധമാണ്. ഈ ആറ് കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ധാരാളം പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു പാർട്ടി എന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനം. ഇത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മുന്നണിപ്പട എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ബഹുജനങ്ങളെ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ തൊഴിലാളി വർഗത്തെ ട്രേഡ് യൂണിയനിസത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയാക്കി വളർത്താൻ കഴിയുകയുള്ളൂ. അധികാരത്തിന് വേണ്ടിയുള്ള തൊഴിലാളി വർഗ സമരം നയിക്കാൻ തക്ക ധൈര്യമുള്ള പാർട്ടിയായിരിക്കണം. വിപ്ലവത്തിൻ്റെ കുഴപ്പം നിറഞ്ഞ പരിതസ്ഥിതികളിൽ തൻ്റെ ഇടത്തോടുകൂടി സ്വന്തം നിലയിൽ ഉറപ്പിച്ച് നിൽക്കുന്ന പരിചയവും ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ തട്ടിത്തകരാതെ സഞ്ചരിക്കാനുള്ള മെയ്യൊതുക്കവുമുള്ള ഒരു പാർട്ടിയായിരിക്കണം. ഇത്തരമൊരു പാർട്ടിക്ക് മാത്രമേ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാനും അത് നിലനിർത്താനും സോഷ്യലിസം യാഥാർത്ഥ്യമാക്കാനും കഴിയുകയുള്ളൂ. സഖാവ് സ്റ്റാലിൻ ഈ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുക നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉദ്ധരണി: യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള ഏതൊരു പടക്കും അതിന് നാശം കൂടാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പഴക്കവും ഒതുക്കവുമുള്ള ഒരു ജനറൽ സ്റ്റാഫ്, ഒരു ഹൈക്കമാൻഡ് വേണം. തൊഴിലാളി വർഗത്തിനെ അതിൻ്റെ ആജന്മ ശത്രുക്കൾ വിഴുങ്ങിക്കളയാതിരിക്കണമെങ്കിൽ ഒരു ഹൈക്കമാൻഡിൻ്റെ ആവശ്യകത ഇതിലും എത്രയോ അധികമുണ്ടെന്ന് വ്യക്തമാണ്. തൊഴിലാളികളുടെ വിപ്ലവ പാർട്ടിക്ക് മാത്രമേ ഇത്തരം ഹൈക്കമാൻഡായി സേവനമനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. വിപ്ലവ പാർട്ടി ഇല്ലാത്ത തൊഴിലാളി വർഗം ഹൈക്കമാൻഡില്ലാത്ത സൈന്യമാണ്. ഇതെത്ര വിലപ്പെട്ട നിരീക്ഷണമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നാം പരിശോധിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത് ഒരു വർഗത്തിന് വേണ്ടിയായിരിക്കും, ഏതെങ്കിലും ഒരു വർഗത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ മറ്റു പാർട്ടികൾ ചെയ്യുന്നത് അവരുടെ വർഗ നിലപാട് തുറന്ന് പ്രഖ്യാപിക്കുകയില്ല. തങ്ങൾ ജനങ്ങൾക്ക് ആകെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മറ്റു പാർട്ടികൾ ചെയ്യുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവട്ടെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്, BJP തുടങ്ങിയ പാർട്ടികൾ ഭൂപ്രഭു വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്താൻ വിവിധ രൂപത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് പാർട്ടികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ തുറന്ന് വർഗ താല്പര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം വഴി വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത പാർട്ടിയുടേത്
തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത വിഭാഗമാണ് പാർട്ടി. ലെനിൻ ആവിഷ്കരിച്ച സംഘടനാ തത്വത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം പാർട്ടി അതിൻ്റെ ഘടക സംഘടനകളുടെ ആകെത്തുകയാണെന്നും ഓരോ പാർട്ടി അംഗവും അതിലേതെങ്കിലും ഒരു സംഘടനയിൽ അംഗമായിരിക്കണം എന്നുള്ളതുമാണ്. ഇത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവത്തിന് മുമ്പ് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു പ്രശ്നമാണിത്. ലെനിൻ്റെ നിർദ്ദേശത്തെ മെൻഷവിക്കുകൾ എതിർക്കുകയുണ്ടായി. മെൻഷവിക്കുകൾ പറഞ്ഞത് പാർട്ടിയിൽ ആർക്കും വന്നു ചേരാം എന്നായിരുന്നു. എന്നാൽ അങ്ങനെ ആർക്കും വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ സാധിക്കുകയില്ലെന്നും ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത് വർഗസംഘടനയിൽ പങ്കെടുത്ത് ബഹുജന സംഘടനയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ പാർട്ടി അംഗത്വം നൽകാൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ തീരുമാനമാണ് അന്ന് ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക് പാർട്ടി കൈക്കൊണ്ടത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മറ്റ് പാർട്ടികളെല്ലാം ഓൺലൈൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നതായിട്ട് കാണാം. CPIM-ൽ ഓൺലൈൻ മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനെ ഉള്ള മെസ്സേജ് അയച്ച് മെമ്പർഷിപ്പ് ചേർക്കുന്ന സംവിധാനം ചില പാർട്ടികൾ ഇന്ന് സ്വീകരിച്ചു വരുന്നുണ്ട്. അത്തരമൊരു സംവിധാനം സ്വീകരിക്കാൻ CPIM-ന് സാധിക്കുകയില്ല. ഇത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേൽഘടകങ്ങളും കീഴ്ഘടകങ്ങളും ഉള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മേൽക്കമ്മിറ്റി തീരുമാനം കീഴ്ഘടകങ്ങൾ അംഗീകരിക്കണം. കീഴ്ഘടകങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ മേൽക്കമ്മിറ്റി പരിശോധിച്ച് തീരുമാനത്തിലെത്തണം. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ യോജിച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് വിധേയമാകണം. ഒരു സന്ദർഭത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രശ്നത്തെക്കുറിച്ച് തീരുമാനമെടുക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടി ഘടകം ഒരു പ്രശ്നം ചർച്ച ചെയ്ത് ഭൂരിപക്ഷപ്രകാരം തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കണം. ഭൂരിപക്ഷപ്രകാരം എടുക്കുന്ന പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനം അതെല്ലാ പാർട്ടി മെമ്പർക്കും ബാധകമായിട്ടുള്ള തീരുമാനമായിരിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സംഘടനാ തത്വമാണ് പാർട്ടി പ്രവർത്തനം വഴി വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർക്ക് ബഹുജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പാർട്ടി മെമ്പറായി നിൽക്കുന്ന ഏതൊരാളും ഒരു വർഗസംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ പ്രായോഗിക സിദ്ധാന്തങ്ങളെ നയിക്കാനും അതിനൊരേ ലക്ഷ്യത്തിലേക്ക് ദിശാബോധം നൽകാനും പാർട്ടി കഴിയണമെങ്കിൽ അതിലെ അംഗങ്ങളാകെ ഒരു പൊതുസേനാ വിഭാഗം പോലെ സംഘടിച്ചിരിക്കണം. ഇച്ഛാശക്തിയുടെ ഐക്യം കൊണ്ടാണ്, പ്രവർത്തനത്തിൻ്റെ ഐക്യം കൊണ്ടും അച്ചടക്കത്തിൻ്റെ ഐക്യം കൊണ്ടുമാണ് ഈ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സ്ഥിതി പാർട്ടിയിലുണ്ടാകുന്നത്. ഇത് പാർട്ടി സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമത്തെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് തൊഴിലാളി വർഗ സംഘടനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് പാർട്ടി എന്നുള്ളതാണ്. തൊഴിലാളി വർഗത്തിൻ്റെ മറ്റെല്ലാ സംഘടനകൾക്കും മാർഗദർശനം നൽകുന്നത് പാർട്ടിയുടെ ദൗത്യമാണ്. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അനുഭവമുള്ള വർഗത്തിൽ ഏറ്റവും മികച്ച അംഗങ്ങളുള്ളതും വർഗസമരത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിവുള്ള അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ സംഘടനയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്നുള്ള നിലയിൽ പാർട്ടിക്ക് തൊഴിലാളി വർഗത്തിൻ്റെ മറ്റെല്ലാ സംഘടനകൾക്കും മാർഗദർശനം നൽകാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് പാർട്ടി വിവിധ വർഗ സംഘടനകളെയും ബഹുജന സംഘടനകൾക്കും വ്യക്തമായിട്ടുള്ള മാർഗദർശനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. തൊഴിലാളി വർഗത്തിന് അധികാരം നേടാനുള്ള അതിൻ്റെ സമരത്തിൽ സംഘടനയല്ലാതെ മറ്റൊരായുധവും ഇല്ല എന്നതാണ് വസ്തുത. പാർട്ടിയുടെ നേതൃത്വപരമായ പങ്കിനെ താഴ്ത്തിക്കെട്ടുന്നതും വില കുറച്ച് കാണുന്നതും തൊഴിലാളി വർഗത്തെ നിരായുധീകരിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. പാർട്ടിയാണ്
തൊഴിലാളി വർഗ സംഘടനയുടെ ഏറ്റവും ഉയർന്ന രൂപം എന്ന് ഇതുവഴി വ്യക്തമാക്കപ്പെടുകയാണ്. നാലാമത്തെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ ഉപകരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ലാത്തടത്ത് അത് നേടിയെടുക്കാൻ തൊഴിലാളികൾക്കുള്ളൊരു ആയുധം കൂടിയാണ് പാർട്ടി. അത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള രാജ്യത്ത് ആ സർവാധിപത്യം ഉറപ്പിക്കാനും വിപുലമാക്കാനും തൊഴിലാളികൾക്കുള്ള ആയുധം കൂടിയാണ് പാർട്ടി. പാർട്ടിക്ക് പുറത്തുള്ള ബഹുജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടും ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടും മാത്രമേ പാർട്ടിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്നത് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരുടെ ജനാധിപത്യമാണ്. വൻകിട കുത്തക മുതലാളിമാർ ഒഴികെയുള്ള ചെറുകിട ഇടത്തരം മുതലാളിമാർ ഉൾപ്പെടെയുള്ളവരും സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, ടെക്നോക്രാറ്റുകൾ, അധ്യാപകർ തുടങ്ങി നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷത്തെയാണ് തൊഴിലാളി വർഗം പ്രതിദാനം ചെയ്യുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളത് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ്. ഇത് സാധിക്കണമെങ്കിൽ ബഹുജനങ്ങളുമായുള്ള ബന്ധം പാർട്ടി തുടർച്ചയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വിപ്ലവം നടത്തേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളില്ലാതെ ലോകത്തൊരു വിപ്ലവവും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തൊഴിലാളി വർഗ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM സ്വന്തം വർഗത്തിൽപ്പെട്ട ദശലക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഉള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. പാർട്ടിയുടെ കാഴ്ചപ്പാട് ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി എന്നാണ്. ഏറ്റവും ഒടുവിൽ ചേർന്ന കൽക്കത്ത പ്ലീനം ഈ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കണമെങ്കിൽ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, ബഹുജനങ്ങളിൽ നിന്ന് ബഹുജനങ്ങളിലേക്ക് പോവുക. അങ്ങനെ പാർട്ടി ഒരു ബഹുജന വിപ്ലവ പാർട്ടി, ബഹുജന കാഴ്ചപ്പാടുള്ള വിപ്ലവ പാർട്ടിയാക്കി വളർത്തിയെടുക്കുക. ഇതാണ് പാർട്ടിയുടെ സംഘടനാ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വശം. ഇത് സാധ്യമാകണമെങ്കിൽ ഐക്യം, അച്ചടക്കം കൊണ്ട് ശക്തിയാർജിച്ചൊരു പാർട്ടിക്ക് മാത്രമേ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പാർട്ടിയുടെ പ്രത്യേകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് പാർട്ടി മാനസിക ഐക്യത്തിൻ്റെ മൂർത്തീകരണമാണ് എന്നുള്ളത്. എല്ലാ പാർട്ടി അംഗങ്ങൾക്കും മാനസിക ഐക്യവും തികഞ്ഞ പ്രവർത്തന ഐക്യവും ഇല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉരുക്ക് പോലുള്ള അച്ചടക്കം എന്നുള്ളത് ആലോചിക്കാൻ പോലും സാധ്യമല്ല. ഇതിൻ്റെ അർത്ഥം പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നല്ല. പാർട്ടിക്കകത്ത് വിപുലമായ ഉൾപാർട്ടി ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. പാർട്ടിക്കകത്ത് അഭിപ്രായ സംഘടനവും വിമർശനവും സാധ്യമാക്കി തീർക്കുകയാണ് പാർട്ടി ഭരണഘടന നിഷ്കർഷിക്കുന്ന വിവിധ വകുപ്പുകളിൽ കൂടി വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിച്ചിട്ടുള്ളത്. ഇത് തുറന്ന അഭിപ്രായ സംഘടന നടത്തി വിമർശനമെല്ലാം കഴിഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്നതിൽ പാർട്ടി അംഗങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായ ഐക്യം, പ്രവർത്തന ഐക്യം ഉണ്ടായിരിക്കണം. പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ചിലപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമായിരിക്കും. ആ തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യത വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊരു പാർട്ടി മെമ്പർക്കും ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് പ്രധാനമായി ഓരോ പാർട്ടി അംഗവും മനസ്സിലാക്കേണ്ടുന്ന തത്വം. പാർട്ടിയിൽ ഐക്യമോ ദൃഢമായ അച്ചടക്കമോ ഉണ്ടാകാൻ സാധിക്കണമെങ്കിൽ ഉൾപാർട്ടി ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പാർട്ടി പ്രതിനിധീകരിക്കുന്നത് അഭിപ്രായ ഐക്യത്തെയാണ്. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സമുന്നതരായ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ രാമജന്മഭൂമി പ്രശ്നത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ആരാണ് പാർട്ടിയുടെ അഭിപ്രായം ഐക്യം പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ
ഒരഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായ ഐക്യത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. CPIMൻ്റെ സെക്രട്ടറി ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അഭിപ്രായ ഐക്യത്തിൻ്റെ പ്രതിഫലനമാണ്. ജനാധിപത്യ കേന്ദ്രീകരണ സംഘടനാത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം നടത്താൻ പാർട്ടിക്ക് സാധിക്കുന്നത്. ജനാധിപത്യ കേന്ദ്രീകരണ സംഘടനാ തത്വം എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് വിപുലമായ ജനാധിപത്യമുണ്ട്. ഓരോ പാർട്ടി ഘടകത്തിനകത്തും അംഗമായ സഖാവിന് ഘടകത്തിനകത്ത് ഉള്ളു തുറന്ന് ചർച്ച നടത്താനുള്ള അവസരമുണ്ട്. നേതൃത്വത്തെ വിമർശിക്കാനുള്ള അവസരമുണ്ട്. കേന്ദ്രീകൃതമായ നേതൃത്വത്തിന് കീഴിലുള്ള ഉൾപാർട്ടി ജനാധിപത്യമാണ് CPIMലുള്ളത്. കേന്ദ്രീകൃതമായൊരു നേതൃത്വം പാർട്ടിയിൽ ഇല്ലെങ്കിൽ പാർട്ടിയിൽ അരാജകത്വമായിരിക്കും. പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമില്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് രൂപം കൊള്ളുക. ഇത് രണ്ടും ആപത്താണ്. പാർട്ടി ഘടകങ്ങളിൽ വിമർശനം, സ്വയം വിമർശനം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എന്നാൽ പാർട്ടിക്കകത്ത് പറയേണ്ട അഭിപ്രായം പാർട്ടിക്ക് പുറത്ത് പറയാൻ ഒരു പാർട്ടി അംഗത്തിന് അവകാശമില്ല. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗോർബച്ചേവ് അംഗീകരിച്ച തുറന്ന ചർച്ച, ഗ്ലാസ് ടെസ്റ്റ് എന്ന നയം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാത്വങ്ങളെ ആകെ വെല്ലുവിളിക്കുന്നതായിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് മഹത്തായ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്ന ദുഃഖകരമായ അവസ്ഥക്ക് ലോകം സാക്ഷിയാകേണ്ടി വന്നു. ഈ സംഘടനാ തത്വം പാർട്ടിക്കകത്ത് അഭിപ്രായം പ്രകടിപ്പിക്കുക, പാർട്ടിക്ക് പുറത്ത് അഭിപ്രായ പ്രകടനം നടത്തുന്ന രീതി ഒരു കാരണവശാലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ സമീപകാലത്തായി സോഷ്യൽ മീഡിയ വഴി ചില പാർട്ടി മെമ്പർമാർ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സ്ഥിതി വളർന്നു വരുന്നുണ്ട്. ഇത് ഒരു പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിക്കുന്നത് പാർട്ടി ഭരണഘടന പ്രകാരം അച്ചടക്ക ലംഘനമാണ്. ഒരു കാരണവശാലും അത്തരം പ്രവണതകളെ പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയില്ല. ഏതൊരു സഖാവിനും സ്വന്തം അഭിപ്രായം പാർട്ടി ഘടകത്തിൽ വന്ന് പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന സ്ഥിതി വന്നാൽ പാർട്ടിയുടെ അരാജകത്വമായിരിക്കും, പാർട്ടി ശിഥിലമാകുന്ന അവസ്ഥയാണ് വന്നു ചേരുക. അതുകൊണ്ടാണ് ഇത് കർശനമായി പാർട്ടി വിലക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പാർട്ടി അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളത്. പലപ്പോഴും പാർട്ടിക്കകത്ത് അവസരവാദികൾ കടന്നുകൂടുകയും പാർട്ടിയിൽ കക്ഷി വഴക്ക് ഉണ്ടാകുന്ന സ്ഥിതി വരികയും ചെയ്യും. തൊഴിലാളി വർഗം ഒരൊറ്റപ്പെട്ട വർഗമല്ല. മുതലാളിത്ത വളർച്ചയുടെ ഫലമായി പാപ്പരായിത്തീരുന്ന കൃഷിക്കാരെ കൊണ്ടും ചെറു മുതലാളിമാരെ കൊണ്ടും ബുദ്ധിജീവികളെ കൊണ്ടും തൊഴിലാളി വർഗത്തിൻ്റെ അണി അടിക്കടി വികസിച്ചു വരും. അത്തരം സന്ദർഭത്തിൽ പെറ്റി ബൂർഷ്വാ ഗ്രൂപ്പുകൾ പാർട്ടിക്കകത്ത് കടന്നുകൂടും. അങ്ങനെയുള്ള ചിലർ സംശയബുദ്ധിയും ബേജാറും ഹൃദയ ചാഞ്ചല്യവും പ്രകടിപ്പിച്ചു എന്ന് വരും. പാർട്ടിക്കുള്ളിലുള്ള കക്ഷിവഴക്കിൻ്റെയും ഭിന്നിപ്പിൻ്റെയും സംഘടനാ രാഹിത്യത്തിൻ്റെയും പൊളിപ്പൽ പ്രസ്ഥാനത്തിൻ്റെയും ഉത്ഭവസ്ഥാനം പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടി അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണുന്നത്. പാർട്ടിയിൽ കുറച്ചാളുകൾക്ക് അച്ചടക്കത്തിൻ്റെ ആവശ്യമില്ലെന്നും മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മെമ്പർമാർക്ക് അച്ചടക്കം നിർബന്ധമാണെന്നും ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അംഗീകരിക്കുന്ന സംഘടനാത്വമല്ല. പാർട്ടിക്കകത്തുള്ള സ്ഥാനം എന്തു തന്നെയായിരുന്നാലും, എത്ര ഉന്നത നേതാവായാലും പാർട്ടി മെമ്പർ വരെയുള്ള മുഴുവൻ സഖാക്കൾക്കും പാർട്ടി അച്ചടക്കം ഒരുപോലെ ബാധകമാണ് എന്നത് CPIMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാപരമായ കടമ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച്
1921 മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു തീസിസ് അംഗീകരിച്ചിരുന്നു. ലെനിൻ ആവിഷ്കരിച്ച സംഘടനാ തത്വങ്ങളെ അത് കൂടുതൽ വിപുലപ്പെടുത്തുകയാണ്, മൂർത്തമാക്കുകയുമാണ് ഇതുവഴി ചെയ്തത്. അതിൽ പ്രധാനമായി ഉയർന്നു വന്നൊരു പ്രശ്നം സംഘടനാ രൂപം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരേ രൂപത്തിലുള്ള സംഘടനാ രൂപമാണോ, ഇത് മാറ്റത്തിന് വിധേയമാണോ എന്ന പ്രശ്നമാണ് പരിശോധിച്ചത്. അതിൽ വ്യക്തമായി തീരുമാനം കൈക്കൊണ്ടത് തൊഴിലാളി വർഗ സമരത്തിൻ്റെ സാഹചര്യം മാറ്റത്തിന് വിധേയമായിരുന്നു. ഓരോ പ്രത്യേക രാജ്യത്തിൻ്റെയും സവിശേഷ അവസ്ഥയാണ് ബന്ധപ്പെട്ട പാർട്ടികളുടെ സംഘടനാ രൂപം നിർണ്ണയിക്കുന്നത്. പൊതുവായ ഒരടിസ്ഥാനം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും പരിതസ്ഥിതികൾക്കനുസരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ കണക്കിലെടുത്തും സംഘടനാ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ആകാം. പരിതസ്ഥിതികൾ മാറുമ്പോൾ ചിലപ്പോൾ സംഘടനാ രൂപത്തിലും മാറ്റങ്ങൾ വന്നു എന്ന് വരും. ഇന്ത്യയെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഘടനാ പ്രവർത്തനം നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ അന്ന് നാം സംഘടനാ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമായി. ഇത്തരം പരിതസ്ഥിതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ പാർട്ടി സംഘടനാ രംഗത്ത് വരുത്തേണ്ടതായിട്ട് വരും എന്ന കാഴ്ചപ്പാട് 1921 ലെനിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കാഴ്ചപ്പാടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതാകെ പ്രതിപാദിച്ചു പോകാൻ ഈ സമയം പോരാതെ വരുമെന്നതുകൊണ്ട് ഞാനത് വിശദമായി ആ ഭാഗങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി സംഘടനയും പാർട്ടി പരിപാടിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യം നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. പാർട്ടി പരിപാടിയിലെ ആഹ്വാനം ലോക ഇന്ത്യൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 2000 കാലോചിതമാക്കിയ പരിപാടിയാണ് ഇന്ന് CPIMനുള്ളത്. തൊഴിലാളി കർഷക സഖ്യത്തെ കേന്ദ്രസ്ഥാനമാക്കി എല്ലാ ദേശാഭിമാന ജനാധിപത്യ ശക്തികളുടെയും വിപുലമായ ഐക്യത്തിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവം കൈവരിക്കുന്നതിന് ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യകത പാർട്ടി പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പരിപാടിയിൽ 7-16 ഖണ്ഡിക ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉദ്ധരണി നോക്കിയാൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സമരം വളരെ സങ്കീർണവും കാലവിളംബം വരുത്തുന്നതുമാണ്. വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി അത് നടത്തേണ്ടി വരും. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വികാസത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത വർഗങ്ങൾ, ഒരേ വർഗത്തിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ എന്നിവ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ കൈക്കൊള്ളാൻ നിർബന്ധിതരാകും. തന്ത്രപരമായി ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിന് ഈ ബഹുജന പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും അനുയോജ്യമായ ഐക്യമുന്നണി അടവുകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഈ ചുവടുമാറ്റങ്ങളെ ഉപയോഗപ്പെടുത്താനും ഈ വിഭാഗങ്ങളെ തങ്ങളുടെ അണികളിലേക്ക് ആകർഷിക്കാനും കഴിയുകയുള്ളൂ. ഏറ്റവും ആത്മാർപ്പണത്തിന് തയ്യാറുമുള്ള വിപ്ലവകാരികളെ സ്വന്തം അണികളിലേക്ക് കൊണ്ടുവരുന്ന അത്തരമൊരു പാർട്ടിക്ക് മാത്രമേ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പാതയിലുണ്ടാവുന്ന വിവിധ വളവ് തിരിവുകളിലൂടെ ബഹുജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഭരണവർഗത്തിനകത്ത് പലപ്പോഴും അഭിപ്രായ സംഘടനകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ
പല സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരികയും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലിടപെട്ട് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട്. കേരളത്തിൽ CPIM ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി വളർന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഐക്യമുന്നണി അടവുകൾ പ്രയോഗിച്ചതിൻ്റെ ഫലമാണ്. കേരളത്തിൽ ഭരണവർഗങ്ങൾക്കിടയിൽ പലപ്പോഴായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പലതരം ഇടപെടലുകളും പാർട്ടിക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്തരം ഇടപെടലിൽ കൂടിയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ശക്തിപ്പെടുകയും വലതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളത് പാർട്ടി പരിപാടി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭരണവർഗം മുന്നോട്ട് വെക്കുന്ന വിവിധ നയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി ഇടപെടേണ്ടി വരും. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ വിവിധ മേഖലകളിൽ നടത്തുന്ന വർഗ സമരമാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 3 മേഖലകളിൽ ഈ വർഗസമരം നടത്തേണ്ടതായിട്ട് വരും. സാമ്പത്തികം, രാഷ്ട്രീയം, ആശയപരം. ഈ മേഖലകളിലാണ് മുഖ്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടപെടേണ്ടി വരിക. അപ്പോൾ ഓരോ പ്രശ്നങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള മേഖലകളിൽ പാർട്ടി ഇടപെടാൻ. അതിന് മാർഗനിർദ്ദേശം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമ്പോഴാണ് പ്രസ്ഥാനം ഒരു ബഹുജന വിപ്ലവ പ്രസ്ഥാനമായി വളരുന്നത്. ഭരണവർഗം നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിനെതിരായ സമരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടം ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPIM ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഭരണവർഗം സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരായി തുടർച്ചയായ ഇടപെടൽ ആവശ്യമായിട്ട് വരും. ഇത് സാധിക്കണമെങ്കിൽ ജനങ്ങളുടെ ബോധ നിലവാരം ഉയർത്തിക്കൊണ്ട് വരണം. അതിനാശയപരമായ സമരം പ്രചരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജാതി മേധാവിത്വത്തിനായിട്ടുള്ള പോരാട്ടം, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള സമരം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പോരാട്ടങ്ങൾ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ മേഖലകളിൽ നടത്തുന്ന വർഗ സമരങ്ങളിൽ കൂടിയാണ് ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടിയായി CPIM മാറുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധാരണഗതിയിൽ വന്നു ചേരാനിടയുള്ള ചില പാളിച്ചകളുണ്ട്. അത് വിപ്ലവ പ്രവർത്തനത്തിനിടയിൽ റിവിഷനിസത്തിൻ്റെ സ്വാധീനം, സെക്ടേറിയനിസത്തിൻ്റെ പാളിച്ച, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേരാനിടയുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ഈ 2 പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. റിവിഷനിസത്തിനെതിരായും സെക്ടേറിയനിസത്തിനെതിരായുമുള്ള പോരാട്ടത്തിൽ കൂടിയാണ് ഒരു യഥാർത്ഥ വിപ്ലവ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. റിവിഷനിസവും സെക്ടേറിയനിസവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബഹുജന സ്വാധീനം ചോർത്തിക്കളയുകയാണ് ചെയ്യുക. റിവിഷനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ സത്ത ചോർത്തിക്കളയും. സെക്ടേറിയനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബഹുജനങ്ങളിൽ നിന്ന് അകറ്റും. ഒറ്റപ്പെട്ട ഭീകരവാദ പ്രവർത്തനം വഴി സമൂഹത്തിൽ മാറ്റം വരുത്താമെന്നുള്ള കാഴ്ചപ്പാട്, സെക്ടേറിയൻ ചിന്താഗതി ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വലുതോതിൽ ബഹുജന പിന്തുണയിൽ ചോർച്ചയുണ്ടായി. അത്തരം പാളിച്ചകൾക്കെതിരായി പോരാടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അത്തരം പ്രവർത്തനത്തിൽ പ്രധാനമായി പാർട്ടി അണിനിരക്കുമ്പോൾ പാർട്ടി കേഡർമാരാണ് പാർട്ടിയുടെ സമ്പത്ത്. പാർട്ടി മെമ്പർമാർ, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, LC മെമ്പർമാർ, AC മെമ്പർമാർ, ജില്ലാ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ഇങ്ങനെയുള്ള കേഡർമാരാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമ്പത്ത്. ഈ കേഡർമാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടർച്ചയായി നൽകുക എന്നത് പാർട്ടിയുടെ ചുമതലയാണ്. പാർട്ടി മെമ്പർമാർ എല്ലാവരും തന്നെ
സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർ വ്യക്തമായ രാഷ്ട്രീയ ധാരണയുള്ളവരും രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടർച്ചയായി നേടുന്നവരുമായിരിക്കണം. അതോടൊപ്പം പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്നൊരു കാര്യമല്ല. ബഹുജനങ്ങൾക്കാകെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ബഹുജനങ്ങൾക്കാകെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ബഹുജനങ്ങളെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പാർട്ടി കേഡർമാർ ഉയർന്നു വരിക. ഇതൊരു അത്യാവശ്യമായ കാര്യമായിട്ടാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ടാണ് ബഹുജന വിദ്യാഭ്യാസ പരിപാടി പാർട്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാർട്ടി ക്ലാസ്സുകൾ വഴി തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ്. ഇതിൽ നിന്ന് ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് പാർട്ടി കേഡർമാർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള പാർട്ടി മെമ്പർമാർ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പാർട്ടി വിഭാവനം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പാർട്ടിയിൽ ഒരാൾ അംഗമായി ചേരണമെങ്കിൽ ഏതെങ്കിലും ഒരു വർഗ സംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിക്കണം. അങ്ങനെ വർഗസംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിക്കുന്ന ഉശിരന്മാരായ സഖാക്കളെയാണ് പാർട്ടി അനുഭാവി ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അനുഭാവി ഗ്രൂപ്പിൽ ഒരു വർഷം പ്രവർത്തിക്കണം. അതിനുശേഷമാണ് ഒരാൾ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അംഗമായി മാറുന്നത്. ആ കാൻഡിഡേറ്റ് അംഗമായി പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് പൂർണ്ണ മെമ്പർമാരെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് റിക്രൂട്ട്മെൻറ്റിൽ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമീപനമാണ്. ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൽ കൂടി മാർക്സിസം ലെനിനിസത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയുള്ളവരായി ഓരോരുത്തരും മാറുമ്പോഴാണ് പാർട്ടി മെമ്പറായി മാറാനുള്ള കഴിവ് ഓരോരുത്തരും ആർജിക്കുന്നത്. പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ ഒരു ഘടകത്തിൽ ചേർന്ന് പ്രവർത്തിക്കണം. പാർട്ടിയുടെ അടിസ്ഥാനമായ ഘടകം പാർട്ടി ബ്രാഞ്ചാണ്. എല്ലാ പാർട്ടി മെമ്പർമാരും ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. പാർട്ടിയുടെ ഏറ്റവും പ്രാഥമികമായ ഘടകമായുള്ള പാർട്ടി ബ്രാഞ്ച് അത് ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ മെമ്പർമാരായിട്ടുള്ള സഖാക്കൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു പാർട്ടി ബ്രാഞ്ച്. പാർട്ടി ബ്രാഞ്ചിന് കമ്മിറ്റിയില്ല. പലപ്പോഴും ചിലർ സംസാരിക്കുന്നത് കാണാം ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ളത്. ബ്രാഞ്ചിന് കമ്മിറ്റിയില്ല. ബ്രാഞ്ചാണ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഘടകം. ലോക്കൽ കമ്മിറ്റി മുതലുള്ള ഉപരി കമ്മിറ്റികളാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളും. രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയുടെ ഉയർന്ന ഘടകം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളും കൈക്കൊള്ളുന്നത് പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ബോഡി പാർട്ടി കോൺഗ്രസ്സാണ്. ആ രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ കീഴേ തലത്തിൽ സംസ്ഥാന കമ്മിറ്റി മുതൽ കീഴോട്ടുള്ള കമ്മിറ്റികളെയെല്ലാം ഈ രണ്ട് പാർട്ടി സമ്മേളനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളാണ്. ഇങ്ങനെയുള്ള കമ്മിറ്റികളിൽ തിരഞ്ഞെടുക്കപ്പെടാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഉള്ള അവകാശം ഓരോ പാർട്ടി മെമ്പർക്കുമുണ്ട്. പാർട്ടിയിൽ ചേരുന്ന മെമ്പർമാർക്ക് ചുമതലകൾ മാത്രമല്ല അവകാശങ്ങളുമുണ്ട്. പാർട്ടി ഭരണഘടന വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളിയാകാനുള്ള അവകാശം ഒരു പാർട്ടി മെമ്പർക്കുണ്ട്. പാർട്ടിയുടെ നയരൂപീകരണത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇത് മറ്റു പാർട്ടികളിൽ ഇല്ലാത്തൊരു സംവിധാനമാണ്. മറ്റു പാർട്ടികളിൽ ഒരു നേതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ CPIM-ൽ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പാർട്ടിയുടെ നയരൂപീകരണത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതാണ് പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയം. എല്ലാ പാർട്ടി ഘടകത്തിലും ചർച്ച ചെയ്ത് മെമ്പർമാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് അതിന് അന്തിമ രൂപം കൊടുക്കുന്നത്.
ഇത് CPIM മാത്രം അവകാശപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനാ തത്വമാണ്. അതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർക്ക് പാർട്ടി യോഗത്തിൽ വെച്ച് ഉപരിഘടകത്തിൽ വിമർശിക്കാം, സ്വയം വിമർശനം നടത്താം. ഇത് പാർട്ടി അംഗത്വത്തിനുള്ള ഈ അവകാശം മറ്റു പാർട്ടികൾ ഇല്ലാത്ത അവകാശമാണ് CPIMൻ്റെ ഒരു മെമ്പർക്ക് പാർട്ടി ഭരണഘടന അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ പാർട്ടി ഘടകത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരു പാർട്ടി അംഗത്തിനുണ്ടെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് വരെ സമർപ്പിക്കാനുള്ള അവകാശം ഒരു പാർട്ടി മെമ്പർക്കുണ്ട്. അതുകൊണ്ട് വിപുലമായി ജനാധിപത്യ അവകാശം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് CPIMൻ്റെ സംഘടനാ സംവിധാനം. കൂട്ടായ പ്രവർത്തനമാണ് CPIMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനമല്ല പാർട്ടിക്കുള്ളത്. പാർട്ടി ഘടകങ്ങൾ, അതിലംഗങ്ങളായിട്ടുള്ളവർ കൂട്ടായി ചേർന്ന് നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഓരോ വ്യക്തിക്കുമുള്ള അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു എന്ന് വരും. ഇത്തരം തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. തെറ്റ് സംഭവിച്ചാൽ അത് തുറന്ന് സമ്മതിക്കുക എന്നതാണ് ഗൗരവമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും പാർട്ടിയുടെയും ലക്ഷണം. സ്വന്തം തെറ്റുകൾ കണ്ടെത്താനുള്ള വിനയം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രത്യേകത. വിമർശനവും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നൊരു വിമർശനമുണ്ട്, നിങ്ങൾ തെറ്റ് തിരുത്തൽ രേഖകൾ അംഗീകരിക്കുന്നു, നിങ്ങളെപ്പോഴും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നിട്ട് നിങ്ങൾ തന്നെ തിരുത്തുന്നു എന്ന് നമ്മൾ വിമർശിക്കാറുണ്ട്. തെറ്റ് സംഭവിച്ചാൽ ആ സംഭവിച്ച തെറ്റ് തുറന്നു പറയുക എന്നുള്ളത് ജനങ്ങളിൽ വിശ്വാസമുള്ളൊരു പാർട്ടിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. മറ്റു പാർട്ടികൾ അത്തരമൊരു പ്രക്രിയയിലേക്ക് പോകാറില്ല. മനുഷ്യർ ഉള്ളൊരു പ്രസ്ഥാനമാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തെറ്റുകൾ സംഭവിച്ചു എന്ന് വരും. അത്തരം തെറ്റുകൾ കണ്ടാൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി ആ വ്യക്തിയെ ശരിയായ വഴിക്ക് നയിക്കാനും പാർട്ടിയെ ശരിയായ വഴിക്ക് നയിക്കുന്നതിനുമാണ് പാർട്ടി തിരുത്തൽ പ്രക്രിയ പല സന്ദർഭങ്ങളിലായി നടത്തിയിട്ടുള്ളത്. ഇതും CPIMൻ്റെ ഒരു പ്രത്യേകതയാണ്. പാർട്ടി മെമ്പർമാർ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടത്. ബഹുജനങ്ങളാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സംഘടനകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ വർഗ സംഘടനകളിലും ബഹുജന സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വർഗ സംഘടന എന്നത് ഉൽപ്പാദന പ്രക്രിയയുമായി നേരിട്ട് ബന്ധമുള്ള വിഭാഗങ്ങൾ അണിനിരക്കുന്ന സംഘടനയാണ് വർഗ സംഘടനകൾ. CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, ഇതെല്ലാം വർഗ സംഘടനകളാണ്. മറ്റ് വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ബഹുജന സംഘടനകൾ. യുവജന പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, മഹിളാ പ്രസ്ഥാനം, ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ബഹുജന സംഘടനകളാണ്. വിവിധ വർഗത്തിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന സംഘടനകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ബഹുജന സംഘടനകളിലും വർഗ സംഘടനകളിലും നടത്തുന്ന പ്രവർത്തനത്തിൽ കൂടിയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു പാർട്ടി മെമ്പർക്ക് അവസരം ലഭിക്കുന്നത്. അത് ഏതൊരു പാർട്ടി മെമ്പറും ഏതെങ്കിലും ഒരു വർഗ സംഘടനയിലോ ബഹുജന സംഘടനയിലോ പ്രവർത്തിച്ചിരിക്കണം. ഇത് പാർട്ടി മെമ്പർമാരുടെ പ്രവർത്തനത്തിൽ സ്വീകരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണെന്ന് ഈ സന്ദർഭത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് പാർട്ടികളെല്ലാം എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇലക്ഷൻ കാലത്താണ് അത്തരം പാർട്ടികളെല്ലാം പ്രധാനമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ അവരുടെ പ്രവർത്തന രീതിയല്ല പാർട്ടി അനുവർത്തിക്കുന്നത്. CPIM എപ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അധികാരമുണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും ജനങ്ങൾക്കിടയിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ പാർട്ടി ഘടകങ്ങളും സംഘടിപ്പിക്കേണ്ടത്. ഇതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് എല്ലാ പാർട്ടി ഘടകങ്ങളും പാർട്ടി മെമ്പർമാരും പ്രവർത്തിക്കേണ്ടതൊരു കാലഘട്ടമാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതിനായി LDF സർക്കാർ എല്ലാ മേഖലയിലും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ബദൽ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ഇത് പാർട്ടി മെമ്പർമാരുടെ ഓരോ ഘടകത്തിൻ്റെയും പ്രധാനപ്പെട്ട ചുമതലയാണ്. മതനിരപേക്ഷത ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യലിസം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ തത്വങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അത് പാർട്ടി ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPIMന് വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് കൂറും സോഷ്യലിസം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ തത്വങ്ങളിൽ വിശ്വാസവും ഉണ്ടായിരിക്കും എന്ന് പാർട്ടി ഭരണഘടന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയ്ക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളും എന്ന കാര്യവും വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മതനിരപേക്ഷത രക്ഷിക്കാനുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ടുന്ന സന്ദർഭമാണിത്. ഈ സമീപ ദിവസങ്ങളിലാണ് മതനിരപേക്ഷതയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും BJPയും നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല. മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇത് തുറന്നു കാണിക്കേണ്ടതും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് വന്നുയർത്തിയിട്ടുള്ളത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരെ BJPയും കോൺഗ്രസും യോജിച്ചുകൊണ്ട് കള്ളപ്രചാര വേലകൾ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കാണുന്നത്. ഇത് കണക്കിലെടുത്ത് പ്രതിരോധിക്കാൻ ഓരോ പാർട്ടി മെമ്പറും അനുഭാവിയും രംഗത്തിറങ്ങേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഇതിൽ BJPയുടെ ഇടപെടൽ നാം പ്രത്യേകം തിരിച്ചറിയണം. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുകയും BJP ഗവൺമെൻറ്റുകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ കേന്ദ്രഭരണം RSS ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലും മധ്യപ്രദേശിലും കോൺഗ്രസ് MLAമാരെ കൂട്ടത്തോടെ മാറ്റി BJP ആക്കി അവിടെ BJP ഗവൺമെൻറ്റുകളെ അധികാരത്തിൽ കൊണ്ടുവന്നു. രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് BJP ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വിവിധ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് കേരളത്തിലെ BJPക്ക് ഒരു ദീർഘകാല പദ്ധതി ഉണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിയണം. അവരുദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. LDFൻ്റെ സ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ എന്നാണ് BJPയുടെ ഉദ്ദേശം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ RSSനോട് താൽപ്പര്യപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർ MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ പിന്നെ ആ കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ വരാമെന്നതാണ് BJPയുടെ ദീർഘകാല പദ്ധതി. ത്രിപുരയിൽ സ്വീകരിച്ച പദ്ധതിയുടെ മറ്റൊരു പതിപ്പാണ് കേരളത്തിൽ ഇപ്പോൾ BJP ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രിപുരയിൽ BJPക്ക്
MLA-മാരും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് MLA-മാരെ കൂട്ടത്തോടെ BJP ആക്കി. അങ്ങനെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുന്ന സ്ഥിതി ത്രിപുരയിൽ ഉണ്ടാക്കി. അത്തരത്തിലുള്ള പദ്ധതികൾ ഓരോ സംസ്ഥാനത്തും ഇട്ട് പ്രവർത്തിക്കുന്ന RSSൻ്റെ തന്ത്രം നാം തിരിച്ചറിയണം. കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഒരു 20 വർഷം മുമ്പ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ഈ പാർട്ടികളെയും ഇവരുടെ മുന്നണിയെയും നേരിടുന്ന സംഘടനാ സംവിധാനം നമുക്കുണ്ടായാൽ മതിയായിരുന്നു. ഇന്ന് കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന RSS 100-ൽ പരം സംഘടനകളിൽ കൂടി ഉള്ള പ്രവർത്തനം വിവിധ രൂപത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം കായിക പരിശീലനം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം തന്നെ പലയിടങ്ങളിലും കായിക ബലം ഉപയോഗിച്ചുകൊണ്ട് ശിഥിലമാക്കാനും ശ്രമിക്കുന്ന RSS ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ RSSൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത്. അവർക്കതിനെ നേരിടാനുള്ള കെൽപ്പില്ല. അതിൻ്റെ ഫലമായാണ് RSS നടത്തിയുടെ പ്രവർത്തനത്തിൽ കൂടിയാണ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിനെ തകർത്ത് ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളെ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കിയും ആളുകളെ BJP-യിലേക്ക് ആകർഷിച്ചും BJP ഗവൺമെൻറ്റുകൾ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ കൊണ്ടുവന്നു. ഇവിടെ അത് എളുപ്പമല്ല എന്നവർക്കറിയാം. അതിനുള്ള ചെറുത്ത് നിൽക്കുന്നത് CPIM-ൻ്റെ സംഘടനാപരമായ കരുത്താണ്. വലതുപക്ഷ ശക്തികളെ കേരളത്തിൽ പിടിച്ചു നിർത്തുന്നത് CPIM-ൻ്റെ സംഘടനാപരമായിട്ടുള്ള ബഹുജന ശക്തിയുടെയും ഫലമായിട്ടാണ്. ഈ ബഹുജന ശക്തിയെ ദുർബലപ്പെടുത്താനും സംഘടനാപരമായ കരുത്ത് തകർക്കാനുമാണ് വലതുപക്ഷ ശക്തികൾ കേരളത്തിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലായിക്കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സുശക്തമായൊരു പാർട്ടി സംഘടന CPIM-നുണ്ടാകണം. ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെടുത്ത് പ്രവർത്തിക്കണം. ഓരോ വീട്ടിലും ഉള്ള മുഴുവൻ ബഹുജനങ്ങളുമായി ബന്ധപ്പെടണം. അങ്ങനെ LDF ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും ഈ കേരളത്തിൽ വലതുപക്ഷ ശക്തികൾക്ക് അധികാരത്തിൽ വരാനും നടത്തുന്ന പ്രവർത്തനങ്ങളെ നേരിട്ട് ബഹുജന വിപ്ലവ പ്രസ്ഥാനം വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള സംഘടനാ പ്രവർത്തനം കാലോചിതമായി പരിഷ്കരിക്കണം, പുനഃസംഘടിപ്പിക്കണം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ ഓരോ പാർട്ടി ഘടകങ്ങളും കണ്ടെത്തണം. അങ്ങനെ ഇന്നത്തേതിനേക്കാൾ ബഹുജന സ്വാധീനമുള്ള പ്രസ്ഥാനമായി CPIM-നെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി പാർട്ടി സംഘടനാ രംഗത്ത് എല്ലാവരും ഉണർന്ന് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഈ കാലഘട്ടം നൽകുന്ന ആഹ്വാനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.